നമസ്കാരം. പാരന്റിങ്ങിൽ സാധാരണയായിട്ട് വരുത്തുന്ന 5 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ വളരെ ഇൻഡിപെൻഡൻറ്റും നല്ല വെൽ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളായിട്ട് മാറുന്നതാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഓവർ പ്രൊട്ടക്ഷൻ കൊടുക്കുക. പലപ്പോഴും കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യും, എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിട്ട് ഓവർ പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അവരുടെ സ്കില്ല് തിരിച്ചറിയാനായിട്ട് സാധിക്കണമെങ്കിൽ ഒരു പരിധി വരേക്കെല്ലാം കാര്യങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത്. എന്നാൽ എല്ലാത്തിനും ഓവർ പ്രൊട്ടക്ഷൻ കൊടുത്ത് ഒരു പൊതിഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ നിങ്ങൾ കുട്ടികളെ വളർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കഴിവുകൾ ഒരിക്കലും വളരില്ല. ആ കഴിവുകൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയുള്ളൂ. രണ്ടാമത്തതായിട്ട് പ്രോബ്ലംസുകളെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുക. കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് നല്ലതാകാം, ചീത്തയാകാം. പക്ഷേ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലംസുകൾ സ്വയം ഫേസ് ചെയ്ത് അത് സോൾവ് ചെയ്യാനുള്ള രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ നമ്മൾ അതിലൂടെ കടത്തിവിട്ട് അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടാകുന്നത്. മൂന്നാമതായിട്ട് കാണുന്നതാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിൽ വരുമ്പോൾ പരമാവധി അവരതിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലത് മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാകാം, ഡിഫിക്കൽട്ടായിട്ട് ടൈം ഉണ്ടാകും. ഒരു വീട്ടിലൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പാരൻറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അച്ഛനമ്മമാർ തമ്മിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടാകാം. അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്കൊരു സംഘർഷം നിറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ ആ ബുദ്ധിമുട്ട് അറിഞ്ഞ കുട്ടികൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകും. നാലാമതായിട്ട് മാർക്കുകൾക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നത്. മാർക്കുകൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കണം, പക്ഷെ ഒരിക്കലും അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കരുത്. കാരണം മാർക്കിനുമുണ്ടൊരു പരിധി. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് എന്ന് പറയുന്നത് ഒരു പഠനത്തിൽ നിന്ന് ഹയർ സ്റ്റഡീസിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. അത് ആവശ്യത്തിന് എപ്പോഴും മതി. എന്നാൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടറോ അവരുടെ സക്സസ്സോ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നുമല്ല ഈ പറയുന്ന മാർക്ക്. അതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ മാനസിക ആരോഗ്യത്തിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അഞ്ചാമതായിട്ട് നോ പറയേണ്ട സ്ഥലത്ത് എല്ലാവരും നോ പറയണം. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അച്ഛൻ നോ പറയുമ്പോൾ അമ്മ യെസ് പറയും, തിരിച്ചും അതുപോലെ തന്നെ. ഇനി ഇവർ രണ്ടുപേരും നോ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗ്രാൻഡ് പാരൻസ് യെസ് പറയും. സോ ഒരു വീട്ടിൽ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ നോ പറയുമ്പോൾ സന്ദർഭവശാൽ സാഹചര്യവശാൽ അത് നോ തന്നെയാണ് പറയേണ്ടതെങ്കിൽ എല്ലാ ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്നത് ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് എന്നവർ തിരിച്ചറിയും.